അയ്യ അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? റോക്കറ്റ് സ്പീഡിലാണ് ചെയ്തത്. ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആരും അറിയാതെ ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബ്രൂവറി കമ്പനികൾ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഇവിടെ ഒരു ബ്രൂവറി തുടക്കാൻ പോകുന്നു ഇല്ലേ. വന്നു തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം കോടതി ആവർത്തിച്ചില്ലേ, കോടതി സ്റ്റേ ചെയ്തില്ലേ. ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണം. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രിസഭയിൽ വയ്ക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. നമസ്കാരം. കേരളത്തിൽ രാവും പകലും മദ്യമൊഴുക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ LDFന്റെ കൺവീനർ പോലും അറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിടുക്കപ്പെട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നത്. ബാർ മുതലാളിമാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കോഴ കൈപ്പറ്റിയിട്ടാണോ പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരു വൻ ഡീൽ നടന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ആരെയും അറിയിക്കാതെ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളുമായോ അഥവാ മന്ത്രിസഭയിലോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുമായോ ആലോചിച്ചിട്ടില്ല. മാത്രമല്ല LDFന്റെ കൺവീനർ പോലും പിണറായി വിജയൻ കൈക്കൊണ്ട ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായ MB രാജേഷ് പിണറായി വിജയന്റെ മേശപ്പുറത്ത് ഒരു ഫയൽ കൊണ്ടുപോയി വയ്ക്കുന്നു. രാവും പകലും കേരളത്തിൽ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടി, അതായത് രാവിലെ 10 മണിക്ക് ബാർ തുറക്കണം, രാത്രി 12 മണിക്ക് അടയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള സമയ നിബന്ധനയോടുകൂടി രാജേഷ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച ഈ ഒരു ഫയലാണ് റോക്കറ്റ് പായുന്ന വേഗത്തിൽ തീരുമാനമെടുത്തത്. സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ വേഗത പോരാ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ താൻ സമ്മതിക്കില്ല എന്നുകൂടിയാണ് VD സതീശൻ പറഞ്ഞത്. കാരണം ബാറുകൾക്ക് സമയം കൂട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി റോക്കറ്റ് പോകുന്നതിനേക്കാൾ വലിയ സ്പീഡിലാണ്, വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നതിനേക്കാൾ വലിയ സ്പീഡിലാണ് മുഖ്യമന്ത്രി ആ ഫയലിൽ തീരുമാനം കൈക്കൊണ്ടത്. ജനുവരി 29-ാം തീയതി രാജേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ എത്തിക്കുന്നു. 30-ാം തീയതി തന്നെ മുഖ്യമന്ത്രി ആ ഫയലിന്മേൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു തീരുമാനം പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. ഇതിനേക്കാൾ ഗൗരവതരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഫയലുകൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബാർ മുതലാളിമാരുമായി ഉണ്ടാക്കിയ ഒരു അവിശുദ്ധ ഡീൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്, ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ് എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശൻ തുറന്നടിച്ചത്. എന്നാൽ VD സതീശൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് VD സതീശൻ വളരെ ഹാസ്യാത്മകമായി തന്നെയാണ് മറുപടി നൽകിയത്. LDFന്റെ കൺവീനറായ TP രാമകൃഷ്ണൻ പോലും ഇത്തരം ഒരു ഡീൽ അറിഞ്ഞിട്ടില്ല. LDFലെ പ്രമുഖ മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിവരം പ്രതിപക്ഷ നേതാവ് അറിയുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകരോട് VD സതീശൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും കേരളത്തിൽ 24 മണിക്കൂറും അഥവാ രാത്രി 12 മണി വരെ, രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ബാർ തുറന്നു വെച്ചുകൊണ്ട് മദ്യം വിളമ്പുന്നതിനെതിരെ VD സതീശൻ തുറന്നടിക്കുകയായിരുന്നു. പിണറായി വിജയന്റെ മദ്യ നയത്തിന്റെ നയവൈകല്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ കൂടി ഒരു അല്ല ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവര് ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ് ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെയാ പറയണത്? ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണം. അല്ല, ഗവൺമെന്റിന് LDFന്റെ കൺവീനർക്ക് അറിയില്ല, LDF നേതാക്കന്മാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രിസഭയിൽ വയ്ക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എവിടെയും വയ്ക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അത് ആരോട് പറഞ്ഞു? പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ
ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിക്കൂട്ടിൽ എക്സൈസ് അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് എന്ത് റോളാണുള്ളത്? അതൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ബാർ ഉടമകളല്ലല്ലോ അവിടെ പോയി പറയേണ്ടത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എക്സൈസ് മന്ത്രി. ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല. ഒരു ഫോൺ പോലും, വേറൊരു ആവശ്യത്തിന് പോലും എന്നെ ലോ മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവിടുത്തെ ക്യാൻസർ സെന്റർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ. ഈ മന്ത്രി അടുത്ത കാലത്തെങ്കിലും എന്നെ ഒരു ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. നിയമസഭയിലും വന്ന് എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ലല്ല, അവരോടല്ലല്ലോ ഞങ്ങൾ സംസാരിക്കേണ്ടത്. ഞങ്ങൾ അവരോടല്ലല്ലോ സംസാരിക്കുന്നത്. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയണമെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി. അയ്യ, അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? റോക്കറ്റ് സ്പീഡിലാണ് ചെയ്തത് ബ്രൂവറിയിൽ. എന്നിട്ട് ഇപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്തില്ലേ? ഞങ്ങളെ ഇതേപോലെ തന്നെ ഞങ്ങളെ വിമർശനം ഉന്നയിച്ചല്ലോ. ബ്രൂവറി ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി, ആരും അറിയാതെ ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബ്രൂവറി കമ്പനികൾ പോലും